അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂരാണ്. നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബിലൊക്കെ ഇപ്പോൾ താരമായി നിൽക്കുന്ന അജിത്ത് ഏട്ടൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അജിത്ത് ഏട്ടൻ്റെ ഒക്കെ ചോദിക്കാം എന്തൊക്കെയുണ്ട് ഇവിടെ കാര്യങ്ങളും വിശേഷവും ഒക്കെ. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് കൃഷിയും കാര്യങ്ങളും? ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ 2-3 സ്ഥലത്തായിട്ട് 10-15 ഏക്കർ മുകളിൽ കൃഷിയാണ്. ഞങ്ങൾക്ക് ഒരുവിധം എല്ലാ വ്യത്യസ്ത കൃഷികളാണ്. നമ്മൾ നല്ല മാർക്കറ്റിംഗ് സാധ്യതയുള്ള കൃഷികളാണ്. കൃഷിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പരാജയം വരാത്ത കൃഷികളാണ് ചെയ്യുന്നത്. ഒരു 10-15 തരം കൃഷികൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ഇനം കപ്പയാണ്. ഇതിൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ, ഇതൊരു ഇനം വ്യത്യസ്ത ഇനം കപ്പയാണിത്. അത് ഇത് ഷുഗർ ഫ്രീ എന്നാണ് ഇതിൻ്റെ പേര്. ഷുഗറൊക്കെ ഉള്ള കപ്പ തന്നെയാണ്. ഇതിൻ്റെ പേരും ഇലയൊക്കെ ഒരു വ്യത്യസ്തമാണെന്ന് മാത്രം. ഇതുണ്ട് ഇലയൊക്കെ. അത് കാരണം ഞങ്ങളിങ്ങനെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഒന്നുമില്ല ഈ കപ്പ. പിന്നെ സുമോ കപ്പ പറഞ്ഞൊരു കപ്പ കൃഷിയുണ്ട്. അത് നല്ല ടേസ്റ്റുമാണ്, അത്യാവശ്യം നല്ല വിളവും ഉണ്ടാവാറുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കൃഷിയുണ്ട്. അതേപോലെ കരിമഞ്ഞൾ, പിന്നെ ഒറിജിനൽ കൂവ, ഏറോ റൂട്ട് എന്നിട്ട് ഏറ്റവും കൂടുതൽ പൊടി ആളുകൾ ഉപയോഗിക്കുന്ന കൂവയാണ് കൃഷി ചെയ്യുന്നത്. അത് പിന്നെ ഞങ്ങൾ കുറച്ച് പൊടി വെക്കണമുണ്ട്. പിന്നെ പ്രതിഭ മഞ്ഞൾ, ഭയങ്കര കുർക്കുമിൻ കണ്ടൻറ്റ് ജാസ്തിയുള്ള പ്രതിഭ മഞ്ഞളാണ് പിന്നെ കൃഷി ചെയ്യുന്നത്. അതിന് ആവശ്യക്കാർ ധാരാളമാണ്. നമ്മുടെ സാധാ മഞ്ഞളിനേക്കായി 3 ഇരട്ടി 4 ഇരട്ടി വില ഇതിന് കിട്ടും. അപ്പോൾ അങ്ങനെ ഒക്കെ മാർക്കറ്റിംഗ് സാധ്യത ഉള്ളതും ധാരാളം ആവശ്യക്കാരുള്ളതും നമ്മൾ കൃഷി ചെയ്താൽ നമ്മൾ കൂലിയൊക്കെ കൊടുത്ത ആളുകളെ വെച്ച് കൃഷി ചെയ്യുമ്പോൾ മുതലാവുന്ന കൃഷികൾ ചെയ്തിട്ടാണ് കാര്യമുള്ളൂ. അതേപോലെ രാസവളങ്ങളും കീടനാശികളൊന്നും ഉപയോഗിക്കാത്ത തരം കൃഷികളാണ് ചെയ്യുന്നത്. കുറേ വർഷങ്ങളായിട്ട് കൃഷി തന്നെയാണ്. കൃഷിയിൽ ഞങ്ങൾക്ക് കോവിഡ് സമയത്ത് പോലും ഒന്നും ഒരു നഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റഴിയാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു പരാജയമോ കാര്യങ്ങളോ അദ്ദേഹം വന്നിട്ടില്ല. വ്യത്യസ്ത കൃഷികളാണ്. അത് നല്ല മാർക്കറ്റിംഗ് സാധ്യതയുള്ള സാധനങ്ങളാണ്. ഞങ്ങൾ പിന്നെ അത് കിഴങ്ങായിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ചില സാധനങ്ങളൊക്കെ ഞങ്ങൾ പൊടിയാക്കണമുണ്ട്. കൂവയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പൊടിയാക്കുന്നുണ്ട്. അതേപോലെ കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഞങ്ങൾ അരിഞ്ഞുണക്കിയിട്ടൊക്കെ പൊടിയാക്കുന്നുണ്ട്. അപ്പോൾ ആ 2 സാധനവും കിഴങ്ങായിട്ടും കൊടുക്കുന്നുണ്ട്, പൊടിയായിട്ടും കൊടുക്കുന്നുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് കൃഷിയിൽ നമുക്ക് ഡെയിലി പണിക്കാരുണ്ട്. 3 പേര് മിക്കവാറും ഡെയിലി ഉണ്ട്. പിന്നെ നമ്മളെ സീസണിലൊക്കെ 5 ആൾ 6 ആൾ 7 ആളൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ അതേപോലെ വ്യത്യസ്ത ഇനം വെച്ചാൽ ഗജേന്ദ്ര ചേനയാണ്. അത് നമ്മുടെ സാധാ ചേനേനേക്കാളും കുറച്ച് ആവശ്യക്കാർ കൂടുതലുള്ളതാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കൃഷികളാണ് ചെയ്യണത്. ഒക്കെ എല്ലാം നല്ല പ്രൊഡക്റ്റ് സാധ്യതയുള്ള കൃഷികളാണ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ മഞ്ഞളാണ് വെച്ചാൽ പ്രതിഭ മഞ്ഞളാണ് ശരിക്കും നമ്മുടെ സാധാ മഞ്ഞൾപ്പൊടിയേക്കായി റേറ്റ് കൂട്ടിയിട്ട് വിൽക്കാൻ പറ്റും. കാരണം അതിന് ആവശ്യക്കാർ കൂടുതലാണ്. ഇത് ഭയങ്കര പ്രതിരോധ ശേഷി കൂടുതലുള്ള മഞ്ഞളുമാണ്. പിന്നെ നമുക്ക് ആളുകളൊക്കെ കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഈ ഭയങ്കര കഴിക്കാനൊക്കെ. അതേപോലെ മഞ്ഞളുടെ പ്രൊഡക്റ്റ്, അതുപോലെ ഓയിൽ കണ്ടൻറ്റ് എടുക്കുന്നത്, എസൻസ് ഒക്കെ എടുക്കുന്നത് ഈ മഞ്ഞളിലാണ് കുർക്കുമിൻ കണ്ടൻറ്റൊക്കെ കൂടുതൽ, പ്രതിഭാനപ്പെട്ട മഞ്ഞൾ. ഇത് പല ആളുകളും മഞ്ഞൾ കഴിക്കുന്ന ആളുകളൊക്കെ ഇത് ഞങ്ങളുടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. കിഴങ്ങ് വാങ്ങിച്ചിട്ട് അവർ അരിഞ്ഞുണക്കിയിട്ടൊക്കെ പൊടിയാക്കിയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് കഴിക്കുന്നവർ ധാരാളം വന്ന് മേടിക്കാറുണ്ട്. പിന്നെ അതേപോലെ ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ള മഞ്ഞളായത് കാരണം വിലയും മറ്റുള്ള മഞ്ഞളിനേക്കാളും വ്യത്യാസത്തിൽ കിട്ടാറുണ്ട് ഞങ്ങൾക്ക് ഇത്. അപ്പോൾ ഇതൊക്കെ പുറത്താണ് കൊണ്ട് വിൽക്കുന്നത് അതാ ഇവിടെയൊക്കെ തന്നെ? കൂടുതലും ഇങ്ങനെ ഇവിടെ വന്ന് വാങ്ങിക്കലാണ് ആൾക്കാർ. ഇവിടെ വന്ന് വാങ്ങിക്കും. പിന്നെ കൂവയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഈ കൃഷി തന്നെയാണ്. കൂവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. ഞങ്ങളെല്ലാം ഓർഗാനിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് പണ്ടതിൽ കിളകളൊന്നും ഞങ്ങളങ്ങനെ മാറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ പുല്ലും കിളൊക്കെ എടുക്കുന്നുണ്ടോ, നമ്മളതിന് വേറെ ഉള്ള രീതികളൊന്നും ഉപയോഗിക്കാത്ത കാര്യം. ഇനിയിപ്പോൾ ഞങ്ങൾ മോട്ടർ അടിച്ച് വിട്ടിട്ട് പറിക്കുക ചെയ്യുക. ബ്രഷ് കട്ടറൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നവർക്ക് ഫ്രഷ് ആയിട്ട് മേടിച്ചുകൊണ്ട് പോവാം. പിന്നെ ഞങ്ങൾ അയച്ചു കൊടുക്കാറുമുണ്ട്. കൊറിയറിലൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. ആളുകൾ ആവശ്യപ്പെടാറുണ്ട്. പൂവപ്പൊടിയൊക്കെ വേണം ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. നല്ലതാണ്. പൂവാണ്. ഇതിപ്പോൾ എൻ്റെ ഹാർവെസ്റ്റ് ടൈം ഇങ്ങനെ ആവാറായത് കാരണമാണ് ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ഞങ്ങൾക്ക് കണ്ടമാനം ഏക്കർ കണക്കിന് സ്ഥലത്തുണ്ട് പൂവ. ഇത് വെള്ളപ്പൂവയാണ്. ഇതിൻ്റെ കിഴങ്ങ് വെള്ള കിഴങ്ങായിട്ടാണ് വരിക. അല്ല, ഈ ഏക്കറിൽ എന്തൊക്കെ നിൽപ്പുണ്ട് ഇപ്പോൾ? ഈ സ്ഥലത്ത് തന്നെ മറ്റേ കസ്തൂരി മഞ്ഞളുണ്ട്. ഇതൊക്കെ അതിൻ്റെ ചിലതൊക്കെ ഹാർവെസ്റ്റ് ടൈം ആയത് കാരണമാണ്. ഇതല്ല, അവിടെയാണ് കിടക്കുന്നതൊക്കെ മുകളിലുണ്ട്. അത് നമുക്ക് അവിടുന്ന് പറിച്ച് കാണാം. പിന്നെ പ്രതിഭ മഞ്ഞൾ, സുമോ കപ്പ, അങ്ങനെയുള്ള കരിമഞ്ഞൾ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഇതൊക്കെ ഏക്കറുണ്ട്? ഇത് മൊത്തം 10-12 ഏക്കറുണ്ട്. ഇതിൻ്റെ പുറത്തും ഉണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ പുറത്ത് കണ്ടോ, ഈ ഇതിനപ്പുറത്ത്. അതൊക്കെ വേറെ ഉള്ളവരുടെ? അല്ലല്ല, ഇതിൽപ്പെട്ട തന്നെയാണ്. ഇതിൽപ്പെട്ട സ്ഥലം തന്നെയാണ് അത്. അവിടെ അങ്ങനെ ചുറ്റും അങ്ങനെ പുറത്തും കുറേ ഏരിയയിൽ ഞങ്ങൾ 3 സൈസ് മഞ്ഞൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഈ അജിത്തേൻ്റെ കൃഷി. അപ്പോൾ നമുക്ക് ഒന്ന് നേരെ പോയി ഒന്ന് കാണാം. ഇത് പറിച്ച് നിങ്ങൾ ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുത്താലേ അവർക്ക്.
അതെ, അത് പനങ്കരിക്കല്ലേ, അത് ഇവിടെ കൃഷി ചെയ്യുന്നത് തന്നെയല്ലേ? അല്ല, അത് കൃഷിയായിട്ട് ചെയ്തല്ല, നേരത്തെ ഇങ്ങനെ ഉള്ളതാണ് ഇവിടെ ഉള്ളില്. ഈ പന നേരത്തെ ഉള്ളതാണ്. അതിപ്പോ ഒരുപാട് സ്ഥലത്തൊക്കെ അത് അന്യം നിന്ന് പോയി. കാരണം അതിന് കയറാനൊന്നും ആളെ കിട്ടുന്നില്ല. ഇതിന് കയറാനൊന്നും ആളെ കിട്ടുന്നില്ല. ഇത് ശരീരത്തിന് ഗുണമാണെന്നേ ഉള്ളൂ അല്ലേ? നല്ല ഗുണമാണ്, നല്ല ഗുണമാണ്. മാത്രമല്ല ഈ പനയൊക്കെ ശരിക്ക് ഒരുപാട് ഇതേപോലെ ഈ ചൂള കമ്പനിക്കാരൊക്കെ ചൂളയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അങ്ങനെ ചെറിയ പൈസ കൊടുത്തിട്ട്, മാത്രമല്ല ആളുകൾ ഇത് ഇങ്ങനെ ഒഴിവായി കിട്ടിയാൽ മതി വെച്ചിട്ട് നിൽക്കുക കൂടുതൽ ആൾക്കാർ. ഞങ്ങളത് ആളുകൾ വന്നിട്ട് ചൂളാലിക്കൊക്കെ ചോദിക്കാറുണ്ട്, അത് കൊടുക്കാറില്ല. കാരണം ഇനിയൊന്നും ഇതൊന്നും വളർന്നു വലുതായി ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ തന്നെ ഒരുപാട് കാലം വരും. ഇത് ശരിക്കും മേള് നിറച്ച് കപ്പയാണ്. പണ്ട് ഇതിനൊക്കെ ഭയങ്കര കാക്കിയായിരുന്നു. പണ്ട് നമ്മൾ പെരയൊക്കെ പണിയെടുക്കുമ്പോൾ ഇതിൻ്റെ കഴുക്കോലുകൊണ്ടാണ് പെര പണിയെടുക്കുക. ഇതിൻ്റെ കഴുക്കോല് ഇതേപോലെ എടുക്കും. അതേപോലെ നമുക്ക് പട്ടോണ്ട് പണ്ട് വീട് ചായപ്പീടികളൊക്കെ മേഞ്ഞിരുന്നു ഇതിൻ്റെ പട്ടോണ്ടാണ് പണ്ട് കാലങ്ങളിൽ. വീട് മേയും, വീടിൻ്റെ എറ മേയും. അങ്ങനെ അതേപോലെ അതിൻ്റെ ആ തണ്ടിൻ്റെ ആ സൈഡിലുള്ള മറ്റേ ഒരു വാള് പോലെ ഒരു മുള്ള് വരുന്നുണ്ട്. അതുകൊണ്ട് പണ്ട് കാലങ്ങളിൽ വേലി കെട്ടും. പിന്നെ നമ്മളാ തണ്ട് ചീന്തിയിട്ട് അത് ഒരു ഇവിടെ പാന്തൊക്കെ പൊളിയിരുന്നാ പണ്ട് പറയുക അതിന്. നമ്മൾ വേലി കെട്ടാനും വീടുകളിലൊക്കെ വെക്കും, എടുത്തു വെക്കും ഓരോ സാധനങ്ങൾ കെട്ടാൻ. എന്നിട്ട് അന്ന് ഇങ്ങനെ ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് ഒന്നും സുലഭമായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇതായിട്ട് നമ്മൾ ആവശ്യമുള്ളപ്പോൾ വൈക്കോല് കെട്ടാനും കറ്റ കെട്ടാനൊക്കെ അതാണ് നമ്മളൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്ന പൂർവികരൊക്കെ ചെയ്തിരുന്നത്. അത് നമ്മൾ വർഷങ്ങളോളം ഇരിക്കും അത്. അപ്പോൾ നമ്മളതിങ്ങനെ ഉണങ്ങിയിരിക്കും, ഒന്ന് വെള്ളം നനച്ചിടും. എന്നിട്ട് നമ്മളതുകൊണ്ട് കറ്റ കെട്ടുക, തോല് കെട്ടുക. അപ്പോൾ പിന്നെ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കാര്യമായിട്ട്. അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ ഒന്നും അതിൻ്റെ വേസ്റ്റല്ല. അതേപോലെ അതിൻ്റെ കരിമ്പന തേങ്ങ നമ്മൾ ഇളനീരായിട്ട് ഉപയോഗിക്കുക, കുടിക്കുക, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പിന്നെ ഇനി അഥവാ നമുക്കത് കയറാനോ ഒന്നും ഇടാനും പറ്റിയില്ലെങ്കിൽ അത് പഴുത്ത് വീണ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പഴം ഉണ്ട്, അതിൻ്റെ ഒരു തോല് കളഞ്ഞിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് നമ്മൾ പൈക്കിൾക്കൊക്കെ പണ്ട് ധാരാളം കൊടുത്തിരുന്നു, പൈക്കിൾക്ക്. പിന്നെ അതിൻ്റെ അതെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു നമ്മൾ തേങ്ങയുടേതുപോലെ ഒരു സാധനം വരുന്നുണ്ട്, ഒരു കരിമ്പിനെ കൊണ്ടിന്ന് ഞങ്ങളുടെ അവിടെ അതിന് പറയുക. ആ സാധനം നമ്മളിങ്ങനെ കൂവനെടുത്തിട്ട് അടുക്കി മണ്ണിട്ട് കൂവനിട്ടിട്ട് അങ്ങനെ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ സമയങ്ങളിൽ റോഡിൽ കൂടെ കണ്ടിട്ടുണ്ടാവും. ഒരു പനയുടെ അതിന് കൂമ്പ് എന്നാണ് പറയുക അതിന്. ആ സാധനത്തിന് ഇപ്പോൾ ഒക്കെ നല്ല വില, 200 രൂപയെങ്കിലും ഉണ്ടാവും അതിന് 1 കിലോന് വില. അങ്ങനെയൊക്കെ ഈ സാധനം ശരിക്കും കരിമ്പന പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേസ്റ്റല്ല കരിമ്പന. അല്ല, പനങ്കരിക്കിന് ഇപ്പോൾ പൊതുവെ ഭയങ്കര വിലയാണ്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണെങ്കിലും നിറച്ച് റോഡ് സൈഡിലൊക്കെ ഇരുന്ന് വിൽക്കുന്നുണ്ട്, തെങ്കാശിയിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര വിലയാണ് ഈ പറഞ്ഞ പോലെ. പിന്നെ അതുപോലെ പണ്ട് കാലങ്ങളിൽ ഈ കള്ളൊക്കെ ചെത്താനും ഇങ്ങനെ പനകളിൽ ഇപ്പോൾ ഒന്നും ആ ഫീൽഡിലേക്കൊന്നും കയറിയിട്ട് ആരും പോണില്ല. അതിനൊക്കെ ഇപ്പോൾ അങ്ങനെ പോണവർക്ക് നല്ല റേറ്റും നല്ല കൂലിയും പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പോൾ അതൊക്കെ വളരെ കുറവാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഇതും അതിനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് പനകൾ. അതിലെ ചില പന ചെത്താനൊക്കെ പണ്ടൊക്കെ ഒരു കാലത്ത് ഞങ്ങളുടെ വീടുകളിലൊക്കെ പന ചെത്തിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വർഷം അതിന് ഒരു വാടക തരും അവർ. അതായത് നമ്മൾ എല്ലാ ഇതുമല്ല, അതിങ്ങനെ കായുണ്ടാവണതും തന്നെ അവർ ചെത്തിയിട്ട് അങ്ങനെ ആ സീസൺ ആയിക്കഴിഞ്ഞാൽ അവർ ചെത്തും. അന്നത്തെ കാലത്ത് തന്നെ നമുക്ക് ഒരു വർഷത്തിന് ഒരു പനയ്ക്ക് 300-350 രൂപയൊക്കെ അവർ നമുക്ക് തരും. അതിന് പിന്നെ നമ്മൾ പട്ടയൊന്നും വെട്ടില്ല, പട്ട വെട്ട് ഒന്നും ചെയ്യില്ല. അത് ആവശ്യമില്ലാത്ത പട്ടകളൊക്കെ അവർ ചെത്താൻ കയറുമ്പോൾ അങ്ങനെ വെട്ടി കളയലാണ്. അങ്ങനെയൊക്കെ പണ്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ ആളുകൾ വെറുതെ അങ്ങനെ എന്താക്കാൻ പറഞ്ഞാലും ആരും അതിനൊന്നും ഇപ്പോൾ മെനക്കെടുന്നില്ല. ഇതല്ലാതെ വേറെ എവിടെയാ ചേട്ടൻ ഇങ്ങനത്തെ പറമ്പെടുത്ത് ഇങ്ങനത്തെ കൃഷി? വാണിമൂലത്തുണ്ട്. അവിടെ ഈ ഐറ്റങ്ങളൊക്കെ തന്നെയാണ് കപ്പ മെയിനായിട്ട്. ഇവിടെ വന്ന് ഏതൊക്കെ ഐറ്റങ്ങളായിരിക്കും കിട്ടുന്നത്? ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞത് ഹാർവെസ്റ്റ് ടൈം ആയത് കാരണം ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് കസ്തൂരി മഞ്ഞളും കരിമഞ്ഞളും പ്രതിഭ മഞ്ഞളും പൂവയുടെ പൊടിയോ അതുപോലെ കസ്തൂരി മഞ്ഞളും ഉണങ്ങിയതോ ഒക്കെ ഉണ്ടാവും ഇവിടെ. ഇതാണ് ഞങ്ങളുടെ ഒരു കപ്പ, സൂമോ കപ്പ പറഞ്ഞൊരു കപ്പ. നേരത്തെ അവിടെ ധാരാളം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 70-80 അതിൻ്റെ മുകളിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഹാർവെസ്റ്റ് ടൈം കഴിഞ്ഞു, പറിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഒരു തണ്ടി തന്നെ എത്ര കിലോയുടെ കപ്പ കിട്ടുമായിരുന്നു? 70-60 വന്നിട്ടുണ്ട് ഒരു തണ്ടിന്ന് കിട്ടുമായിരുന്നു. ഇതന്നെ ഉണ്ട് ഇവിടെ. അല്ല, ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വിളവെടുത്ത് കഴിഞ്ഞല്ലേ? ഇപ്പൊ ഈ വർഷം ഉണ്ടായിരുന്നു, വിളവെടുത്ത് കഴിഞ്ഞു. ഈ വർഷം എത്ര കിലോ കിട്ടിയായിരുന്നു? 60-70 കിലോനൊക്കെ ഉണ്ടായിരുന്നു ഈ വർഷം. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വലിയ കൂനകൾ വേണം. അല്ല, അതും അപ്പൊ പുറത്ത് വിൽക്കുമായിരുന്നു, അത് ഇവിടെ ആവശ്യക്കാർക്ക് കൊടുക്കുമായിരുന്നു? 2 3 സ്റ്റാർ ഹോട്ടലിലേക്ക് സ്ഥിരമായിട്ട് കൊടുത്തിരുന്നു, അവർക്ക് കൊടുത്തു. അപ്പൊ അവർക്ക് വലുപ്പം പ്രശ്നമല്ല. അത് നമുക്ക് ഒരാളുടെ വലുപ്പം ഉണ്ടെച്ചാലും അവിടെ അവർക്ക് പ്രശ്നമല്ല, അവർക്ക് നമുക്ക് നല്ല വിലയും കിട്ടും. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു ജൂൺ മാസം മുതൽ ഒരു 6-7 മാസത്തോളം ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ 3 സ്റ്റാർ ഹോട്ടലിലേക്ക് ഒന്നരാടം 2 3 സ്റ്റാർ ഹോട്ടലിലേക്ക് 2 3 സ്റ്റാർ ഹോട്ടലിൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവിടേക്ക് ഒന്നരാടം ഒരു 300 കിലോ അവർക്ക് കൊടുക്കും. അവർക്ക് മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ വില കൂടുതലല്ലേ. അതായത് ഇപ്പോൾ അവിടെ അവരങ്ങനെ കൂടുതലും കൊടുക്കണത് ഇങ്ങനെ കസ്റ്റമേഴ്സുകൾ കൊടുക്കണത് ഇങ്ങനെ ഈ എന്താ പറയുക, അച്ചാറൊന്നും ഇപ്പോൾ ഉള്ള ആളുകൾ കഴിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതേപോലെ ഈ കടല,
പയറ്, ഈ കടല പയർ വർഗ്ഗങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അറിയാം നല്ല വില ഇപ്പോൾ. അപ്പോൾ ഈ കപ്പ പറഞ്ഞു കഴിഞ്ഞാൽ അവർ 26 രൂപയ്ക്ക് അങ്ങോട്ട് നിന്ന് എടുത്തിരുന്നത്. അത് പിന്നെ അവർ സീസൺ വിലയ്ക്ക് എടുത്തിരുന്നത്. ഞങ്ങൾ പിന്നെ ഒറ്റ വില 26 വെച്ചിട്ട് അങ്ങനെ അവർക്ക് കൊടുത്തു. അപ്പോൾ വലിയ സൈസൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ ചെറുത് വരുന്നത് കടകളിലേക്കും കൊടുക്കും. ഇത് അങ്ങനെ കുറച്ച് വലിയ കിഴങ്ങ് അതിന് വരുന്നത്. അത് കാരണം നമുക്ക് കടകൾ. പിന്നെ ഈ കപ്പയില്ലേ ഇത്രയും കൂമ്പാരമായിട്ട് വെച്ചേക്കുന്നത് എന്താ? ഇത് എന്തുവരും ഇതിന് കറക്റ്റ് ഇടുന്ന വളമൊക്കെ? ഇതിന് ഞങ്ങൾ കാര്യമായിട്ടൊരു വളം ഇടാറില്ല. ഈ ശരിക്കും ഈ ഇനത്തിനൊക്കെ വളം ഇട്ട് കഴിഞ്ഞാൽ കിഴങ്ങ് വമ്പം കിഴങ്ങുണ്ടാവും. അപ്പോൾ നമുക്ക് മാർക്കറ്റിംഗ് പ്രശ്നമായാലോ വിചാരിച്ചിട്ടേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഈ ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞു, ഇനി പറിക്കാനായിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി സ്ഥിരമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കപ്പ കൃഷി ചെയ്തിട്ടുണ്ട് അവിടെ താഴത്ത്. അതിങ്ങനെ പൊന്തി വരുന്നേ ഉള്ളൂ. ഇനി ഇവിടെ ഇതിപ്പോൾ പറിക്കാനായിട്ടില്ല, അതിനൊരു പകുതി വളർച്ച ആയിട്ടേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ താഴത്തും കുറച്ചുണ്ട്. ബാക്കി ഉണ്ടാകുന്ന കംപ്ലീറ്റ് ഇപ്പോൾ ഡിസംബർ 31 തീയതിയാണ് തീർന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുക കാരണം നമുക്ക് കുഴപ്പമില്ല, 26 വെച്ച് തരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താണെങ്കിലും കപ്പയൊന്നും ഇപ്പോൾ അങ്ങനെ ആളുകൾ കൃഷി ചെയ്യണില്ല, വല്ലാണ്ട് അങ്ങോട്ട് താഴത്തേക്ക് വില പോകണില്ല. ഇനിയിപ്പോൾ നമ്മളൊരു 100-200 കിലോ ഒരു ദിവസമൊക്കെ നമുക്ക് ഒരു 20 രൂപ വെച്ച് കിട്ടിയെങ്കിൽ തന്നെ, കപ്പയ്ക്ക് 20 രൂപ വെച്ച് കിട്ടിയാൽ തന്നെ 100 കിലോ നമുക്ക് ഒരു ദിവസം പറിക്കാണ്ട് വെച്ചിട്ട് 2000 രൂപ ചുരുങ്ങിയതായി. ഈ കപ്പയ്ക്ക് പറഞ്ഞ കാര്യമായിട്ട് പണിയും കാര്യങ്ങളും ഒന്നുമില്ല. അത് 200 കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 200 കിലോനൊക്കെ പറഞ്ഞാൽ 400 കിലോനൊക്കെ നമുക്ക് ഡെയിലി പോവുകയാണെങ്കിൽ നല്ലൊരു സംഖ്യയായി. നമുക്ക് ഈ കൂലി അതിലേക്ക് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ആളുകൾ കൂടുതൽ കൂലി പണിക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് കയ്യിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലൊരു ഐഡിയ ആണിത്. ഞങ്ങൾക്ക് 26 വെച്ച് കിട്ടി. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ആര് കൊടുക്കുകയാണെങ്കിലും ഒരു 20 രൂപയുടെ താഴെയൊന്നും കപ്പയ്ക്ക് വരണില്ല. അപ്പോൾ ഈ കൊല്ലമൊക്കെ നല്ല കൂടുതൽ കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു 20 രൂപ പ്രതീക്ഷിച്ചെങ്കിലും ഇങ്ങനെയൊക്കെ കൊടുക്കുക. ഇനിയിപ്പോൾ കടയിൽ കൊടുത്താലും നമ്മൾ എടുക്കും. ഇപ്പോൾ നമ്മളിങ്ങനെ കടയിൽ കൊടുക്കുന്ന ഓരോ വെട്ടി വണ്ടിക്കാരാണ്, അവർ 25-26 തന്നെ ഇറക്കി കൊടുക്കുന്നത്. അപ്പം ശരിക്കും നമ്മൾ ഡയറക്റ്റ് കൊണ്ട് കൊടുത്ത് അവർ നമ്മൾ വെട്ടി വണ്ടിക്കാരാണെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ വന്നിട്ട് 14, 15, 16 രൂപയ്ക്കൊക്കെയാണ് എടുക്കുള്ളൂ. പിന്നെ 100 കിലോന് ചിലവർ 5 കിലോ കിഴിവ് വേണം പറയും, ചിലവർ 3 കിലോ കിഴിവ് വേണം പറയും. അത് അങ്ങനെയൊക്കെ കൊടുക്കണ പേര് നമ്മൾ ഈ സാധനം കൃഷി ചെയ്യാതിരിക്കുക നല്ലത്. ഞങ്ങളുടെ അടുത്ത് ഇവിടെ ചോദിച്ചു വരാറുണ്ട്, ഞങ്ങളത് കൊടുക്കലില്ല. ഞങ്ങളത് ഇതേപോലെ അവരിതേപോലെ 16, 15, 14 അവർ എടുക്കണിച്ചാലും അവർ വേറെയുള്ള കർഷകരിൽ നിന്ന് അതിനെടുക്കണിച്ചാലും അവർ കൊടുക്കുക 23, 25 ആ റേഞ്ചിനാണ് കൊടുക്കുക. അപ്പോൾ ഞങ്ങളത് കമ്മിയാക്കിയിട്ട് നേരിട്ട് കടകളിൽ കമ്മിയായിട്ട് കൊടുക്കുക. കാരണം ഞങ്ങൾക്ക് ഈ സാധനം കണ്ടമാനം സെയിലായി. ഇവിടെ പണിക്കാരുണ്ടാകുന്നു, അത് കാരണം നമുക്ക് കൂലിക്കും ഒട്ടുമിക്ക ദിവസങ്ങളിലും കൂലി. ഇത് മലപ്രദേശമാണല്ലേ? മലപ്രദേശം നല്ല പൂഴിയൊക്കെ ഉള്ള. അത് നല്ല ഇങ്ങനെ ഒരു ഹൈ റേഞ്ച് പോലുള്ള സ്ഥലമാണ്. അപ്പോൾ മേലിലോട്ടും കപ്പയും ഇതൊക്കെ നിൽപ്പുണ്ടോ? ഉണ്ട്. കൂവ, കപ്പ, മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, കരി മഞ്ഞളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോയേക്കാം. പിന്നെ ഗജേന്ദ്ര ചേനയൊക്കെ ഉണ്ട്. ആ കാണുന്നതൊക്കെ ഈ ചേട്ടൻ്റെ തോട്ടമാണ്. ഇതിൽ ഞങ്ങൾ നാടൻ മത്സ്യം വളർത്തുന്നുണ്ട്. ഇത് കുളത്തിൽ വെള്ളം കുറച്ച് കുറവാണ്. പക്ഷെ നമ്മൾ തീറ്റയൊന്നും കൊടുക്കാതെ ആ പണ്ടത്തെ രീതിയിൽ പണ്ട് കുളങ്ങളിലൊക്കെ വളർത്തി വരുന്ന പോലെ വളർത്തുന്നത്. ഇതിനകത്ത് ഇപ്പോൾ എന്ത് മീനൊക്കെ ഉണ്ട്? നമ്മൾ നാടൻ വരാലുണ്ട്, അനബാസ് ഉണ്ട്. അല്ല, ഇതൊക്കെ പുറത്തുനിന്ന് വന്നവർക്ക് ഇവിടുന്ന് ലൈവായിട്ട് പിടിച്ചു കൊടുക്കും? ഇത് നമ്മളങ്ങനെ പിടിക്കാൻ നിൽക്കാറില്ല. കാരണം നമ്മൾ പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ആളെ മെനക്കെടുത്തി നിർത്തും വേണം. പിന്നെ വലയൊക്കെ വേണ്ട. വലയൊന്നും നമ്മൾ എടുത്തില്ല. ഇതിപ്പോൾ നമ്മളതിന് ഈ ഒരു അതല്ല, ഇതിങ്ങനെ വളർത്തി നിങ്ങൾ പുറത്ത് മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയാണോ? അങ്ങനെയല്ല, അത് ഒന്നിച്ചിട്ട്, അതായത് നമ്മൾ അത് ആർക്ക് വേണമെങ്കിലും പിടിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു കിലോന് റേറ്റ് പറഞ്ഞിട്ടേ അവർ പിടിക്കും, നമുക്ക് തൂക്കത്തിന് പൈസ തരും. കാരണം നമ്മൾ പിടിച്ചിട്ട് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലയൊക്കെ സ്വന്തമായിട്ട് വേണം. അത് മുതലാകത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു കുളയിലുള്ളൂ, സ്വന്തമായിട്ട് കൊടുക്കാനുള്ളതില്ലല്ലോ. അത് വെള്ളം കുറഞ്ഞാൽ ആരെങ്കിലും വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ ഇതേപോലെ നമുക്ക് റേറ്റ് തരും. അവർ പിടിച്ചെടുക്കും. നമ്മൾ തൂക്കം ക്ലാസ്സൊക്കെ ഇവിടെ ഉണ്ട്, തൂക്കിയിട്ട്. ഇത് എന്തായിട്ട്? ഇതാണ് കൂവ, ഏരോ റൂട്ട്, ഒറിജിനൽ ഏരോ റൂട്ട്, വെള്ളക്കൂവ എന്ന് പറയും. ഇതിനാണ് ഇപ്പോൾ ഇത് ഭയങ്കര വ്യവസായ സാധ്യതയുള്ള സംഭവമാണ്. കാരണം ഇത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ അപൂർവം ജില്ലകളിലാണ് ഈ കൃഷിയുള്ളൂ. മറ്റുള്ള കപ്പ കൃഷി പോലെ, ചേന കൃഷി പോലെ നമുക്ക് ഇന്ത്യ മുഴുക്ക ഈ കൃഷി ഇല്ലാത്തത് കാരണം ഇതിന് ധാരാളം ആവശ്യക്കാരാണ്. ഇത് പിന്നെ ഈ സാധനം മാത്രമാണ് തമിഴ്നാട്ടിൽ നിന്ന് വരാത്തതായിട്ടുള്ളൂ. ബാക്കിയുള്ള നമ്മളെ കപ്പ ആയിക്കോട്ടെ, ചേന ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. അത് തമിഴ്നാട്ടിൽ നിന്ന് വരാത്ത കാരണം ഇതിന് ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൊക്കെ ചില ഭാഗത്ത് ഇതിന് ധാരാളം ആവശ്യക്കാരാണ്. ഇപ്പോൾ പുറത്തേക്കും ആവശ്യക്കാർ കൂടി വരുന്നുണ്ട്. കാരണം ഇത് പ്രൊഡക്റ്റ് ആക്കിയിട്ട് വിൽക്കുന്നുണ്ട് ആളുകൾ. 1500, 2000 രൂപയ്ക്ക് കിലോനാണ് പൊടിയാക്കിയിട്ട് ആളുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇതിൻ്റെ കമ്പനി ഇപ്പോൾ 1-2 വർഷമായിട്ട് സ്റ്റാർട്ടായി വരുന്നുണ്ട്. ഞങ്ങളിത് പൊടിയാക്കുന്നുണ്ട്, ഞങ്ങൾ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്, പൊടിയാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കിഴങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കിഴങ്ങൊക്കെ ഞങ്ങൾക്ക് ഒട്ടേറെ ബുക്കിംഗ് ആയി കിടക്കുന്നതാണ്.
ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ കണ്ടമാനം ഏക്കർ കണക്കിന് അല്ല ഇതൊക്കെ വിളവ് എടുക്കാൻ നിൽക്കുന്ന വരുവാണ് നിൽക്കാൻ വരുവാണ്. ഇതിന് ഇനി മഴയൊന്നും വേണ്ട. ഇതിനൊന്നും കാര്യമായിട്ട് വെള്ളം ആവശ്യമില്ലാത്തൊരു കൃഷിയാണ്. വെള്ളം ആവശ്യമില്ലാത്ത കൃഷി. പിന്നെ പ്രതിഭ മഞ്ഞളാണ്. അത് ആ ഭാഗത്തും ഉണ്ട് മുകളിലും ഉണ്ട്. ഈ നിൽക്കുന്നതല്ലേ ഏത്? ഇതിവിടെ ഞങ്ങൾ ഹാർവെസ്റ്റ് ചെയ്താണ്. ഇവിടെ തണ്ട് പഴുത്തോടൊക്കെ പറിച്ചതാണ്. ഇപ്പോൾ പറിച്ചതാണ്. ഇനി അവിടെ പറിക്കാതെ കണ്ടമാനുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലം തന്നെ. അതിന് പുറത്തുമുണ്ട് ഞങ്ങൾക്ക്. ഇതിൽ പെട്ട സ്ഥലം തന്നെ അതുപോയി. ഇതിപ്പോൾ എന്തോരം വലിപ്പം വെക്കും ഈ കിഴങ്ങ്? ഈ കിഴങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല ഒരു ചെടിയിൽ നിന്ന് എന്തായാലും 1 കിലോ 1.5 കിലോ 2 കിലോ വരെ കിട്ടാറുണ്ട്. അല്ല ഇന്നിത് വിളവെടുത്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഞാൻ വന്നപ്പോൾ അവിടെ കൂട്ടിയിടുന്ന ഇതിൻ്റെ വിളവായിരിക്കും. പിന്നെ ഇത് ഒന്നും കൂടി ഈ കിഴങ്ങ് മൂപ്പാവാണ്ട്. ഇതിൻ്റെ മഞ്ഞളിൻ്റെയൊക്കെ വിളവ് രാവിലെ എടുത്തതാണ്. എടുത്താണ്. ഇതിൻ്റെ മഞ്ഞളിൻ്റെയൊക്കെ വിളവ് എടുത്താണ്. ഇതിപ്പോൾ ഇങ്ങനെ അതായത് ഇതിന് കാര്യമായിട്ട് മഴ ഇപ്രാവശ്യം മഞ്ഞ് കൂടുതൽ കാരണം, അല്ലെങ്കിൽ സമയമാകുമ്പോഴേക്കൊക്കെ ഈ പൂവയൊക്കെ തണ്ട് പഴുക്കാറുണ്ട്. തണ്ട് പഴുത്തിട്ടാണ് ഞങ്ങൾ പറിക്കാറ്. അപ്പോൾ ഇപ്പോൾ നല്ല വിലയുണ്ട്. കാരണം ഇതൊന്നും ഇപ്പോൾ കൃഷിയൊന്നും ആളുകൾ പൊതുവേ എല്ലാ കിഴങ്ങ് കുറേ കൃഷി കണ്ടൊക്കെ ആളുകൾ മടുത്തിരിക്കുന്നു പറയാം. കാരണം ഈ മുള്ളം പന്നി ശല്യം, കുരങ്ങ് ശല്യം. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വകതിരിവുള്ള പണിക്കാർ പണ്ടത്തെ ഇന്ത്യയില്ല. അപ്പോൾ ഇന്ത്യക്കാർക്കൊന്നും ഒരു വകതിരിവും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പോൾ ഞങ്ങളൊക്കെ ഇന്ത്യക്കാരെ വെച്ച് പണിയെടുക്കാൻ നമുക്കൊക്കെ അത് കുട്ടിക്കാലം മുതലേ കണ്ടിട്ടും പണിയെടുത്തിട്ടും ശീലമുള്ളത് കാരണം നമ്മൾ ഇന്ന പോലെ പറഞ്ഞിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ 2 ഇന്ത്യക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ പോയതേ ഉള്ളൂ ഞാൻ വന്നപ്പോൾ. അല്ലാതെ അവർക്കും ഇതിൻ്റെ ഒന്നും അവർക്കും അറിയില്ല. മാത്രമല്ല നമ്മുടെ കേരളത്തിലെ കൃഷി രീതി പോലെയല്ല അന്യ സംസ്ഥാനങ്ങളിലെ കൃഷി രീതികൾ. അല്ല ചേട്ടൻ ഇപ്പോൾ എത്ര വർഷം ഈ ഫീൽഡിലോട്ട്, ഈ കൃഷി എന്ന മേഖലയിലോട്ട്? 1 വർഷമായിട്ട് മുതലേ അച്ഛനൊക്കെ കാലം മുതലേ കൃഷി ഉള്ളതാണ്. പിന്നെ നമ്മളവിടുന്ന് ഇത് പാട്ടത്തിലെടുത്തല്ലേ ഇത് ചെയ്യുന്നത്? പാട്ടത്തിന്റെ സ്ഥലമാണ്. മറ്റേ കൃഷിയോ? ഞങ്ങളുടെ സ്വന്തം സ്ഥലത്തുണ്ട് ഉണ്ട്. കൃഷിയിൽ നമുക്ക് പരാജയം വന്നിട്ടില്ല. ഞങ്ങൾ ഇതാണ് സംഭവം. വ്യത്യസ്ത കൃഷികളാണ്. അത് എന്ത് സാധനം ഞങ്ങളുടെ 10 കണക്കിന് ഉണ്ടാവും. അത് ഓരോ സീസണാണ്. ഇപ്പൊ ഈ കിഴങ്ങിന്റെ ഇതാണ്, ഇത് മൊത്തം ഈ കിഴങ്ങാണ്. പിന്നെ നമ്മൾ എന്ത് സാധനത്തിനാണ് വില കൂടുതൽ, ഡിമാൻഡ്, ആവശ്യക്കാർ ജാസ്തി, ആ സാധനം കൃഷി ചെയ്യുക. നമ്മൾ കുറേ തരം കൃഷി ചെയ്തിട്ട് നമ്മൾ മനുഷ്യന്മാർക്ക് വേണ്ടാത്ത കൃഷികളും ചെയ്തിട്ട് വെറുതെ കടക്കാരെ നേരെയാക്കിയിട്ട് കാര്യമില്ല. നമുക്കൊരു ഇതുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് ഈ പ്രതിഭാനത്തിൽപ്പെട്ട മഞ്ഞൾ തികയാറില്ല. അന്നേരം ഈ വർഷം ഞങ്ങൾക്ക് 6 ഏക്കറിലുണ്ട്. അപ്പം നമുക്ക് അതിന് തികയാത്ത കാരണം അതിന് ആവശ്യക്കാർ കൂടി വരുമ്പോൾ അത് ചെയ്യുക. പൂവയ്ക്കും ആളുകൾ കൂടി. അല്ല മഞ്ഞളെന്ന് വെച്ചാൽ ഇത്ര വലുതാവോ? സാധാരണ ഇഞ്ചിയൊക്കെയാണ്. ഞാൻ അവിടെ കണ്ടപ്പോൾ ഞാനും ഇതായി പോയി. മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വലുതാവോ? ഇതൊരു ഹൈബ്രിഡ് മഞ്ഞളാണ്. ഇപ്പൊ അങ്ങനത്തെ ലൈവായിട്ട് പറിച്ച് കാണിക്കോ? പറിക്കാം. മഞ്ഞൾ ഇത് അവിടെയൊക്കെ ഉണ്ട്. നമുക്ക് മഞ്ഞൾ അവിടെ കാണണം. ഞാനിപ്പോൾ അവിടെ വിളവെടുത്ത കണ്ട്. കാരണം ഒരു ഇഞ്ചിയുടെ ഒക്കെ അത്ര ഉണ്ട് ഒരു മഞ്ഞള്. സാധാരണ എന്നൊക്കെ പറഞ്ഞാൽ ചെറുതായിരിക്കും അപൂർവം കിട്ടുന്നത്. നല്ല വലുപ്പത്തില്. നമ്മളെന്തെങ്കിലും പ്രൊഡക്റ്റ് മഞ്ഞപ്പൊടിയാക്കി വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഈ മഞ്ഞൾ ചെയ്യുന്നത് ഏറ്റവും നമുക്ക് ലാഭം. കാരണം ഇതിന് നല്ല വിളവും കിട്ടും, നല്ല ആവശ്യക്കാരും ഇത് നമ്മൾ കിഴങ്ങായിട്ട് നിൽക്കുകയാൽ അത്യാവശ്യം ആവശ്യക്കാരുണ്ട്. പിന്നെ കൊച്ചുമല പഠിക്കുന്ന ടീമാരൊക്കെ ഈ മഞ്ഞളാണ്. കണ്ടൊക്കെ പഴുത്തിപ്പോൾ പാകായി നിൽക്കുക. ഇതൊക്കെ പാകായി നിൽക്കുകയാണ്. ഇതിന് നമ്മുടെ വേറെ റൂട്ടാണ് പൂവേന്. ഈ പൂവൊക്കെയാണ് ആവശ്യക്കാറുള്ളൂ. മറ്റേ പൂവ മഞ്ഞപ്പൂവ നീലപ്പൂവാൻ്റെ 2 സൈസ് വേറെ ഉണ്ട്. ഇപ്പം എത്ര ഏക്കറിലേക്ക് പൂവ് നിൽക്കുന്നത്? ഇത് മൊത്തം ഞങ്ങൾക്ക് ഈ സ്ഥലത്തും വേറെ സ്ഥലത്തുമായിട്ട് 6-7 ഏക്കറുണ്ട്. അല്ല ഈ ഒരു പ്രദേശത്ത് ഈ ഒരു സ്ഥലത്ത് തന്നെ എന്തായാലും ഒരു പല ഭാഗങ്ങളിലാണ് 3-4 ഏക്കർ ഉണ്ടാവും. അറ്റത്താണ് നമ്മൾ ആദ്യമേ നിന്ന് കാണിച്ചത്. അവിടെ നിന്ന് ഇത് മൊത്തം ഈ കിഴങ്ങിന്റെ ഇതാണ് കൃഷി. ഇപ്പോൾ പിന്നെ മഞ്ഞളും. അല്ല ഇപ്പൊ ലൈവായിട്ട് ഇവിടെ വന്നവർക്ക് എന്തൊക്കെ പറിച്ച് മേടിച്ചോണ്ട് പോകാൻ പറ്റൂ? ഫ്രഷ് ഈ കൂവപ്പൊടി ഒരു പാക്കറ്റിന് എന്ത് വിലയായിരിക്കും? അപ്പോൾ 1/2 കിലോ 1 കിലോ അങ്ങനെ പാക്കറ്റ് ആക്കിയല്ലേ? അത് 1/2 കിലോ ഞങ്ങൾ കൊടുക്കുന്നത് 600 രൂപയ്ക്കാണ് കുറേ ചാർജും. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി പൊടിയാക്കാൻ നല്ല പണിയുണ്ട്. ഇതിപ്പോൾ ഉണ്ടോ ഇനി ഞങ്ങൾ ഇത് പൊടി ഈ വർഷം പൊടിയാക്കാൻ തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ പൊടി കുറച്ചുണ്ട്. ഇത് പൂപ്പൊടി വർഷം കൂടുമ്പോൾ പഴകും തോറാണ് പൊടി കൂടുക. അപ്പോൾ ഇത് കണ്ടെങ്കിൽ തണ്ട് പഴുത്തിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാനൊക്കെ ചെറിയ കഷ്ടമുണ്ട്. ഇതിൻ്റെ തണ്ടൊക്കെ പറിച്ചെടുക്കാം. പിന്നെ അത് നമ്മൾ നല്ല ക്വാളിറ്റിയിലാക്കണമെങ്കിൽ ഞങ്ങളിതിൻ്റെ നല്ല കിഴങ്ങെടുത്തിട്ട് നല്ല കിണർ വെള്ളത്തിലൊക്കെ ഒരുപാട് പേര് നല്ല പണി വരുന്നുണ്ട്. നല്ല പണിയാണ്. അപ്പോൾ നമ്മളത് ഒരു ഉള്ള കൂലിയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെയൊക്കെ 1000 രൂപയുടെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് 1200 നല്ല പൊടി 1200 ഞങ്ങൾ കേജ് കൊടുക്കുന്നത്.
നേരത്തേക്കായാലും കമ്മിയായിരുന്നു. ഇപ്പോൾ ഈ കൂലിയും ചിലവും കൂടി. അപ്പൊ ഈ മഞ്ഞളും ഇതൊക്കെയാ ഈ കപ്പയും ഇതൊക്കെ അത് നമ്മൾ സീസൺ വില പോലെ കൊടുക്കാറ്. അതിന് പൊടിയാക്കണില്ല. ഈ വർഷം കുറച്ച് അരിഞ്ഞുണക്കിയിട്ട് പൊടിയാക്കണം വിചാരിക്കുന്നുണ്ട് മഞ്ഞളെ. അതിനൊക്കെ പണി കൂടുതലാണ്. നമ്മൾ ഈരെടുക്കാൻ പേൻ കൂലി എന്ന് പറഞ്ഞ പോലെ പണ്ടത്തെ നമ്മളൊരു വാഹനങ്ങളിലെ സ്പെയർ പാർട്സിനേക്കായി വാങ്ങണേക്കായും കാശ് അതിൻ്റെ പണിക്കൂലി വരുന്നത്. അപ്പോൾ അതുപോലെ കൂലി ഭയങ്കര ജാസ്തിയായി നമ്മുടെ നാട്ടിൽ. പണ്ടത്തെ അവിടെ പണി നീങ്ങണില്ല. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ വിഷമിട്ടുള്ള ഭക്ഷണങ്ങളല്ലേ കഴിക്കുന്നത്. പിന്നെ ഒരു ദിവസം ഇത് അറിയുമ്പോഴേക്കാണ് പോണത്. അപ്പോൾ അത് കാരണം ആളുകൾ പൊതുവെ ഒരു കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നുമില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജൈവവളം വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ അത് വാങ്ങിക്കണേക്കായും കാശ് കൊടുക്കണം. അത് ഇടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇട്ട് പോയാൽ പോരല്ല. നമ്മൾ ജൈവവളം ഇടുമ്പോൾ അതിൻ്റെ മുകളിൽ ലേശം മണ്ണും വരണം, അല്ലെങ്കിൽ അത് മഴയത്ത് ഒലിച്ചു പോകും. അപ്പോൾ എന്തിനും അതിൻ്റെ 10 ഇരട്ടി കൂലി ചിലവായിട്ടാണ് ഏതൊരു സംഗതിക്കും വരുന്നത്. നല്ല രീതിയിൽ നല്ല മായമൊന്നുമില്ല, നല്ല ഒറിജിനലായിട്ട് എന്ത് പ്രൊഡക്റ്റ് ആക്കണമെങ്കിലും നല്ല രീതിയിൽ ആക്കണമെങ്കിൽ നല്ലോണം കൂലി ചിലവ് വരും. കഷ്ടപ്പെടുകയും വേണം. അത്യാവശ്യം റേറ്റ് കിട്ടാതെ കൊടുത്താൽ ആർക്കും മുതലാവില്ല. പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് എവിടുന്നേലും ഈ കുറുക്കുമീനൊക്കെ എടുത്ത മഞ്ഞളും അങ്ങനെ ഉള്ള മഞ്ഞളോ അല്ലെങ്കിൽ ഉണങ്ങിയതൊക്കെ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ പാലക്കാടൊക്കെ മാർക്കറ്റിലെ കണ്ടമാനം മഞ്ഞൾ അത് വേണമെങ്കിൽ വാങ്ങിയിട്ട് പൊടിച്ചിട്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഒന്നും പറയാം. ഈ ആളുകൾക്ക് അങ്ങനെയൊക്കെ ഇതായാൽ പിന്നെയും മുതലാവും. അല്ലാതെ നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാൻ അത് നമ്മൾ എന്ത് സാധനം ഒരു 5 കിലോ പച്ചമഞ്ഞൾ വാങ്ങിയിട്ട് വീട്ടിൽ അത് പൊടിയാക്കി നോക്കി അതിൻ്റെ ബുദ്ധിമുട്ട് എന്താ വരുന്നതെന്ന് നമുക്കറിയാം. നല്ല ബുദ്ധിമുട്ട് വരും. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ പിന്നെ എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ മാസങ്ങളോളം കൊല്ലങ്ങളോളം ഇരിക്കേണ്ട സാധനമാണ്. ഞങ്ങളുടെ കൂവപ്പൊടിയൊക്കെ വർഷങ്ങളോളം ഇരിക്കും. അത് നല്ല ക്വാളിറ്റിയിൽ അതിന് നല്ല മൂപ്പായി നല്ല തണ്ടൊക്കെ പഴുത്തതിന് ശേഷം നല്ല രീതിയിൽ ഉണ്ടാക്കിയാലാണ്. പിന്നെ ഒരു കരടോ മണ്ണോ പൊടി എന്നൊരു സാധനത്തിലും പെടാൻ പാടില്ല. പണ്ടത്തെ നിയമങ്ങളല്ല. അപ്പോൾ അത് കാരണം നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നല്ല റിസ്ക്കും ഉണ്ട്. പിന്നെ അത് നമ്മൾ മണ്ണും പൊടിയും കാറ്റിനൊന്നും പാറി വരാത്ത രീതിയിൽ അധികം സുരക്ഷമായിട്ട് ഉണക്കണം. പിന്നെ നമ്മൾ ഉണക്കണ സ്ഥലം നല്ല സുരക്ഷിതമാവണം. കാരണം അതിലെന്തെങ്കിലും വന്ന് കോഴിയോ അല്ലെങ്കിൽ എലിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറാൻ പാടില്ല അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ പിന്നീട് ഇതാവും. അത് കാരണം ഞങ്ങൾ നല്ല ഇതിലാണ് ഉണ്ടാക്കാറ്. ഇത് കണ്ടമാനം ഞങ്ങൾക്ക് ഓർഡർ വരാറുണ്ട് പൂപ്പൊടി. ഞങ്ങളങ്ങനെ വലിയ ഇതിൻ്റെ പുറകെ കുറേ കഷ്ടപ്പാടുകളുണ്ട്. എടുക്കാറില്ല. കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഒരു 4 ആളെ അല്ലെങ്കിൽ 10 ആളെയൊക്കെ വെച്ച് നമ്മൾ ഒരു ദിവസം പണിയെടുക്കണമെങ്കിൽ കൂലി നല്ലൊരു സംഖ്യ വരും. ഒരു മാസമൊക്കെ അടുപ്പിച്ച് നമ്മൾ ഇതിൻ്റെ പിന്നാലെ കണ്ട് പണിയെടുപ്പിക്കാൻ നിന്നാൽ ലക്ഷങ്ങളാവും ചെയ്യും. അപ്പോൾ അതൊന്നും പിന്നെ അങ്ങനെ മുതലാവാത്തത് ഞങ്ങൾ ഈ കൃഷി ഇങ്ങനെ നിലനിർത്തി പോകാനുള്ള ഒരു രീതിയിലുള്ള പൂവാണ് പൊടിയാക്കുന്നുള്ളൂ. ബാക്കി പിന്നെ കിഴങ്ങായിട്ടും കൊടുക്കുന്നുണ്ട്. അത് പിന്നെ പല തരം സാധനങ്ങളുമാണ് ഞങ്ങൾ കൃഷി ചെയ്യണത്. അത് കാരണം പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾ മറികടന്ന് പോകും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് മഴ കുറവായിരുന്നു. അപ്പോൾ ചില സാധനങ്ങളൊക്കെ വിളവ് കമ്മിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വേറെ ചില സാധനങ്ങൾ മഴ ഇല്ലാത്തത് കാരണം കൂടുതലും മഴ വേണ്ടാത്ത സാധനങ്ങളാണ് ഈ കൂവ. അതൊക്കെ നല്ല കിട്ടിയത് കാരണം നല്ല നഷ്ടം ഒരിക്കലും വന്നില്ല. പക്ഷേ മഞ്ഞളൊക്കെ ലേശം വിളവ് കമ്മിയായിരുന്നു. മഴ തീരെ ഉണ്ടായില്ല. പിന്നെ നട്ട സാധനം തന്നെ പകുതിയാണ് കഴിഞ്ഞ വർഷം മുളച്ചുള്ളൂ. ഇപ്രാവശ്യം അതിനു വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും നല്ല ഉഷാറായിട്ടുണ്ട്. ഇതാണ് പ്രതിഭ മഞ്ഞൾ. ഈ സാധനമാണ് ഫ്രഷ് ആയിട്ട്. ഇതൊക്കെ വേണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. ഷൊർണൂരാണ് ഈ ലൊക്കേഷൻ. കറക്റ്റ് ഈ ലൊക്കേഷൻ ഉണ്ടോ? ഷൊർണൂര് കുളപ്പുള്ളിയാണ്. കറക്റ്റ് ഷൊർണൂർ കുളപ്പുള്ളി അല്ലേ? കുളപ്പുള്ളിയിലാണ് ഈ ചേട്ടൻ്റെ ഫാം വരുന്നത്. ഇപ്പോൾ നിലവിൽ എത്ര എണ്ണം ഉണ്ട് ഫാം? ഞങ്ങൾക്ക് 3 ഉണ്ട്. 3 ഫാം ഉണ്ട്. സ്വന്തം സ്ഥലം ഞങ്ങളുടെ സ്ഥലം പിന്നെ ലീസിൻ്റെ സ്ഥലം. ഇതൊക്കെ മഞ്ഞളാണ്. അപ്പോൾ ഇതൊക്കെ വേണ്ടവരില്ല ലൈവായിട്ട് ഇവിടെ വന്ന് സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ച് മേടിച്ചോണ്ട് പോകുന്നത്. പിന്നെ വരാൻ പറ്റാത്തൊരു വിഷമിക്കേണ്ട ഒന്നും വേണ്ട. കാരണം കോൺടാക്ട് നമ്പർ കൊടുത്താൽ കോൺടാക്ട് നമ്പറിലുണ്ടെങ്കിൽ ഡെലിവറി ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ കൊറിയർ അയക്കാറുണ്ട്. അപ്പോൾ എവിടം വരെ ഡെലിവറി ചെയ്ത് കൊടുക്കും? ഞങ്ങൾ ഒരു ഇന്ത്യ മുഴുക്കെ കൊറിയറും പാഴ്സലും അയക്കാറുണ്ട്. ഓരോ സാധനങ്ങളും ഈ പാഴ്സൽ സർവീസ് ഇല്ലാതെ അതോ അല്ല പാഴ്സൽസ് അതായത് ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും ഇല്ല. നമ്മൾ ആരെങ്കിലും വേണമെന്ന് പറയാ നമ്മൾ പാഴ്സലൊക്കെ ഉണ്ടല്ലോ കൂടുതൽ വെയിറ്റ് ഒക്കെ വേണം. പാഴ്സൽ സർവീസുകളിൽ റേറ്റ് കുറവാണ്. നമ്മൾ 30, 40, 50 ഞങ്ങളങ്ങനെ അയക്കാറുണ്ട്. ഓരോ സാധനം 100, 200 അങ്ങനെ അയക്കാറുണ്ട്. അങ്ങനെ പാഴ്സലിൽ അയക്കും. പിന്നെ ചെറിയ തോതിലൊക്കെ വെച്ചാൽ നമ്മൾ ഒരു 2 കിലോ 3 കിലോ അങ്ങനെയൊക്കെയാണ് വെച്ചാൽ കൊറിയർ അയക്കാറുണ്ട്. അതല്ലെങ്കിൽ പാഴ്സലിൽ അയക്കാറുണ്ട്. ഇനി അങ്ങനെ ദൂരേക്കൊക്കെ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ട്രെയിനിൽ പാഴ്സൽ സർവീസ് ഉണ്ട്. നമ്മുടെ ഷൊർണൂർ പാഴ്സൽ സർവീസ് ഉണ്ട്. എവിടേക്ക് വേണമെച്ചാലും അയക്കാൻ പറ്റും. വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതി. അതിൽ ട്രെയിനിനൊക്കെ ചാർജും കുറവാണ്, പാഴ്സൽ ചാർജ്.
ഇതിനകത്തിപ്പോൾ പറിച്ച് കാണിക്കാൻ പറ്റിയ ഏതാണ്? അവിടെ പറക്കാണ്. ഇതിന് നമ്മൾ ഇത് ഒറ്റതായിട്ടാണ് വരുന്നത്. ആ വേറെ വേറെ വെച്ചെടുക്കണം. ഇത് ഞങ്ങളുടെ കസ്തൂരി മഞ്ഞളാണ്. ഇത് ഇത് കുറച്ച് വന്നോ ആ കറക്റ്റാണ്. ഞാൻ തൂമ്പെടുത്തിട്ട് വരാം. തൂമ്പെടുത്തിട്ട് വരാം. ആ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഏതാണ് നോക്കാം. ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ നിങ്ങൾ ഒറിജിനൽ ലൈവായിട്ട് വിളവെടുത്ത് കാണിച്ചു തരാം. ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ആ പാകമായി നിൽക്കുന്നതാണ് കസ്തൂരി മഞ്ഞൾ. പിന്നെ കിഴങ്ങ്, പിന്നെ കപ്പ, ഇതൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോവാം. പിന്നെ കൊറിയർ സർവീസും ഉണ്ട്. പിന്നെ എനിക്ക് ചേട്ടൻ നിങ്ങൾ പ്രത്യേകം ഞാൻ പരിചയപ്പെടേണ്ട കാര്യമില്ല. ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്നതാണ് ചേട്ടൻ. ചേട്ടൻ്റെ ഒരു കൃഷിയിൽ ഒരു തണ്ടിൽ തന്നെ 70 കിലോ കപ്പയാണ് പിടിച്ചത് ഒരു തണ്ടിൽ. ഈ പ്രാവശ്യം അങ്ങനത്തെ കപ്പയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇച്ചിരി വൈകിപ്പോയി. വന്നാലും കപ്പ അവിടേക്ക് ഇപ്പോഴും അടുത്ത വിളവിന് വേണ്ടി പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെയും മേളിലൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ചേട്ടൻ നമുക്കിതേ വിളവെടുത്ത് കാണിക്കാൻ മമ്മട്ടി ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. തണ്ട് പഴുത്താലാണ് ഇതിൽ 100 ഉണ്ടാവുള്ളൂ. ആ അതാണ് കസ്തൂരി മഞ്ഞൾ. അതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഇതുണ്ടോ, ഇത് സ്മെല്ല് തന്നെ കണ്ടില്ലേ? പൊട്ടിച്ചപ്പോൾ തന്നെ സ്മെല്ല് വരുന്നുണ്ട്. ആണ് ഇതിൻ്റെ ഒറിജിനൽ. അതായത് ലൈവായിട്ട് വിളവെടുത്ത് കാണിക്കുവാണ്. ഈ കളറായത് ഇവിടെയൊക്കെ അതായിപ്പോണ്ട്. നല്ല അതങ്ങനെ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇതൊക്കെ. ഇത് ശരിക്കും ഇതൊക്കെ ധാരാളം ആളുകൾ ഓൺലൈനിൽ കൂടെ വെക്കുന്നുണ്ട്. വേറെ സൈറ്റുകൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. വിലയൊക്കെ കേട്ടാൽ നമ്മൾ ബോധം കെട്ട് വിടും. 100 ഗ്രാമിൻ്റെ വിലയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റിലാണ് വിൽക്കുന്നത്. ചേട്ടൻ എത്ര ഗ്രാം ഇത് 100 ഗ്രാം എത്ര രൂപ കൊടുക്കും? അത് ഞങ്ങളങ്ങനെ പൊടിയാക്കിയിട്ടില്ല. ഞങ്ങളങ്ങനെ ഇതിൻ്റെ ഒക്കെ കുറച്ചങ്ങനെ ആരെങ്കിലും ആവശ്യക്കാർ പറയുമ്പോഴേ അങ്ങനെ കുറച്ച് അരിഞ്ഞുണക്കി വെക്കാറുണ്ട്. അല്ല, അതെങ്ങനെയാണ് കൊടുക്കുന്നത് നിങ്ങൾ ഇവിടുത്തെ റേറ്റ്? അത് കൂടുതലും ഞങ്ങൾ അവരോട് വാങ്ങിച്ചിട്ട് അരിഞ്ഞുണക്കാൻ പറയാല. അവർക്കൊന്ന് എങ്ങനെയെങ്കിലും 10 രൂപ കമ്മി കിട്ടിക്കോട്ടെ വെച്ചിട്ടേ അരിഞ്ഞിട്ട് വാങ്ങുന്ന ആളുകൾക്ക് അരിഞ്ഞുണക്കാം. അതല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഗ്രോ ബാഗൊക്കെ ഓപ്പൺ സ്ഥലത്ത് ഒരു 4 വിത്ത് നട്ടാൽ അവരവർക്ക് തന്നെ നമുക്ക്. ഈ കിഴങ്ങൊക്കെ ആയി നിൽക്കുവാണോ ഈ പൊടിയാക്കുന്ന? കിഴങ്ങ് ഒന്നുകൂടി തണ്ട് പഴുക്കണം. മഞ്ഞളിൻ്റെ പിന്നെ ആയിരുന്നു. അല്ല, അവിടെയെങ്കിൽ തണ്ട് വരുത്തിയിരിക്കുന്നതെല്ലാം ഈ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളാണ്. പിന്നെ പ്രതിഭ മഞ്ഞൾ ഉണ്ട്. അവിടെയൊക്കെ തണ്ട് വരുത്തി നിൽക്കുക. പിന്നെ കപ്പ ഇപ്പം ആയി നിൽക്കുന്നത് അത് ആയിട്ടില്ലല്ലേ? അതായിട്ടില്ല. ഇനി നമ്മൾ പ്രതിഭ മഞ്ഞൾ വറുത്തത്. ഇതല്ലേ മഞ്ഞൾ പ്രതിഭ? ആ, താഴത്തും മേളിൽ രണ്ടിടത്ത് പോയിട്ടുണ്ടല്ലേ? ഒരുപാട് സ്ഥലത്തുണ്ട്. മല പോലെ കയറി ഇറങ്ങിയേക്ക് വന്നോ? ആ ആ എന്ത് എലിയുടെ ശല്യമാ? അല്ല, വന്യമൃഗങ്ങൾ വരാതിരിക്കാൻ. ആ ആ കാട്ടുപന്നി കാര്യങ്ങളൊന്നും വരില്ല. ആ ആ
ആ ഇപ്പം ആയി നിൽക്കുന്നത് പറിച്ചോ. ആ ഏതാ ചേനയാ? ഏത് ഇതാ? ആ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതേ തണ്ട് കാണാം. പഴുത്ത് കിടക്കുവോ? ഇത് പയറല്ലേ? പയറും ഉണ്ട് ഇവിടെ. ഇത് പയറാണ്. ഇതേ പിടിച്ചു കിടപ്പുണ്ട് പയറ്. പയറുണ്ട്. ഇതും ആയി നിൽക്കുവാണല്ലേ തണ്ടൊക്കെ പഴുത്ത്. നമ്മൾ നേരത്തെ മേളിൽ നിന്നാണ് പറിച്ച് കാണിച്ചത്. ഇത് കണ്ട, ഇത് മേളിൽ നിന്നാണ് പറിച്ച് കാണിച്ചത്. ഇതിൻ്റെ കണ്ട, നമ്മൾ താഴത്ത് വന്നു വിളവെടുത്ത് നോക്കാം. ഓ കളറ് തന്നെ കണ്ടില്ലേ? ഓ നല്ല പണം പൊട്ടിച്ച് ഇവിടെ വരുന്നു. നല്ല ഫ്രഷ് കളറ് കണ്ട. ഇതാണ് അതൊരെണ്ണം പൊട്ടിച്ചിട്ടതിന് ഇവിടെ നല്ല സ്മെല്ല്. എൻ്റെയൊക്കെ ഒരു ഇത് നോക്കിയേ, ചെറുതാണാ. ലൈവായിട്ട് വിളവെടുത്ത് കാണിക്കുക നമ്മളെ ചേട്ടൻ. അതിൻ്റെ അകത്തും ഉണ്ട്. ഇനി ഒരു നല്ല സ്മെല്ലും ഉണ്ട് മഞ്ഞളുടെ. ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് തീരുന്നില്ല. അതിൻ്റെ അടിയിലോട്ട് ഇനിയും കിടക്കുവോ? ഇതെവിടെ ഇവിടെ എല്ലാം അതാ നിൽക്കുന്നത്. ഇതെല്ലാം വിളഞ്ഞു നിൽക്കുന്നയാ. ഒരു ചെടിയിൽ ഇത്രോ? ഇതിലും കൂടുതലുണ്ടാവും. നമ്മളിപ്പോ ചെറിയ ചെടിയിൽ ഇത്രോ കിട്ടിയോ? വിത്തിന്റെ വണ്ണം കണ്ടോ? കളറും ഉണ്ടോ? നല്ല കളറും ഉണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. ഈ സൈഡിലുള്ളത് ആ സൈഡിലൊക്കെ ഉണങ്ങിയിരിക്കണം. താഴത്തുകൂടെയൊക്കെ ഒരു തണ്ടീന്ന് കിട്ടിയതാണ്. വണ്ണം കണ്ടില്ലേ? വണ്ണം കൊണ്ട് നല്ല സൈസും ഉണ്ട്. അതിന് കളറും നല്ല ഔഷധ ഗുണമുണ്ട്. കളറുണ്ട്. ആ നല്ല കളർ. ഇത് ഇവിടെ ഉണ്ട്. പൊട്ടിച്ചിട്ടതിന് നല്ല കളർ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യുമ്പോൾ ഈ ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യാവും നല്ലത്. ഇതെന്താ മഞ്ഞൾ? ഇത് പ്രതിഭ. പ്രതിഭ മഞ്ഞൾ മാത്രമല്ല, ഇത് ഒരാൾ പൊക്കം വരും. ഒരാളുടെ പൊക്കം കറക്റ്റ് ആ ചേട്ടൻ്റെ പൊക്കമുണ്ട്. ആ കറക്റ്റ്. ആ ഒരാളുടെ പൊക്കമുണ്ട്. ഇതാ ഒരു ചെടിയിൽ നിന്ന് ഒന്നുകൂടി മൂക്കാനും ഉണ്ട്. ഒന്നുകൂടി മൂക്കാവാണ്ട് ഈ സൈഡ് അതൊക്കെ കണ്ടുപോയിട്ടാണ്. അല്ല ഇതൊക്കെ പറിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഇനി വേറെ എന്തെങ്കിലും ചെയ്യുക? അവിടെ മൂടി ഇട്ടേക്കുന്നതൊക്കെ അത് ലൈവായിട്ട് കൊണ്ട് കച്ചവടം ചെയ്യുക? ആ അത് ലൈവായിട്ട് കച്ചവടം ചെയ്യും.
അതിങ്ങനെ ആരെങ്കിലും പറയും ചോദിക്കും കച്ചവടമാകും. അങ്ങനെ ഓർഡർ അനുസരിച്ചേ പറക്കുള്ളൂ.